ഇനി 4-ാം സ്കന്ധത്തിലെ 22-ാമത്തെ അധ്യായം. അഥ ദ്വാവിംശോധ്യായ. മൈത്രേയ ഉവാച. മൈത്രേയ മഹർഷി തുടർന്ന് വിദുരരോട് കഥ പറയുകയാണ്. അമിത പരാക്രമശാലിയായ പൃഥുചക്രവർത്തി അചഞ്ചലമായ ഭഗവത് ഭക്തിയോടുകൂടി സ്വധർമ്മമായ പ്രജാപരിപാലനത്തിൽ ഏർപ്പെട്ടു. കാലം കഴിച്ചു. ചക്രവർത്തിയുടെ ഗുണഗണങ്ങളെ പ്രജകൾ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ സൂര്യസമാനമായ തേജസ്സോടുകൂടിയ സനകാദികളായ 4 മുനിവരന്മാർ അവിടെ വന്നു ചേർന്നു. അപ്പൊ പൃഥു മഹാരാജാവ് താൻ എന്താണോ മറ്റുള്ളവരോട് പറഞ്ഞത് അതനുസരിച്ച് തന്നെ സ്വയം ജീവിച്ചു. അചഞ്ചലമായ ഭഗവത് ഭക്തിയോടുകൂടി സ്വധർമ്മമായ പ്രജാപരിപാലനത്തിൽ ഏർപ്പെട്ടു. ഭഗവത് ഭക്തിയോടുകൂടി എന്ന് പറഞ്ഞാൽ അവയർനെസ്സോടുകൂടി. കാരണം അവയർനെസ്സാണ് ഭഗവാൻ, അതിലുള്ള ശ്രദ്ധയാണ് ഭക്തി. അദ്ദേഹം സ്വധർമ്മനിരതനായി കഴിഞ്ഞു. കാലം കഴിച്ചു. ചക്രവർത്തിയുടെ ഗുണഗണങ്ങളെ പ്രജകൾ മുക്തകണ്ഠം പ്രശംസിച്ചു കൊണ്ടിരുന്നു. അവയർനെസ്സോടുകൂടിയാണ് ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് പ്രവൃത്തികളെല്ലാം കൃത്യമായിരിക്കും, മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രീഭവിക്കും. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കെ സൂര്യസമാനമായ തേജസ്സോടുകൂടിയ സനകാദികളായ 4 മുനിവരന്മാർ അവിടെ വന്നു ചേർന്നു. സനകാദികൾ 4 പേര് അവിടെ വന്നു ചേർന്നു. സൂര്യസമാനന്മാരാണവർ. അറിവിൻ്റെ തേജസ്സാണത്. പരമമായതിനെ അറിഞ്ഞു കഴിയുമ്പോൾ പരമമായതായി തീരും. അപ്പോൾ അതിൻ്റെ തേജസ് ആ അറിയുന്ന ആൾക്കാർക്ക് ഉണ്ടാകും. സമസ്ത ലോകങ്ങളെയും പരിപാവനമാക്കുന്ന തേജസ്വികളായ അവരുടെ അനന്യസാധാരണമായ മഹാത്മ്യത്തെ കണ്ടറിഞ്ഞ് മഹാരാജാവും പരിവാരങ്ങളും ആ സിദ്ധേശ്വരന്മാർ സാക്ഷാൽ സനകാദി മുനിമാരാണെന്ന് മനസ്സിലാക്കി. സമസ്ത ലോകങ്ങളെയും പരിപാവനമാക്കുന്ന തേജസ്വികളായ അവരുടെ ഈ ഈശ്വരനെ അറിഞ്ഞവര് അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള അവരുടെ ജീവിതയാത്ര എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ പരിപാവനം ആക്കാനാണ്. അവര് ഏതൊക്കെ വഴികളിലൂടെയാണോ ജീവിതത്തിൽ സഞ്ചരിക്കുന്നത് ആ വഴികളിലൂടെ എല്ലാം കണ്ടുമുട്ടുന്നവരെ എല്ലാം അവർ പരിപാവനമാക്കിക്കൊണ്ടിരിക്കും. മനുഷ്യരെ മാത്രമല്ല, സമസ്ത ജീവജാലങ്ങളെയും അവർ സദാ. ഏതുപോലെയാണോ സൂര്യൻ എല്ലാ ജീവജാലങ്ങളുടെയും വർധനവിന് കാരണമാകുന്നത്, അതേപോലെ ഇവരെപ്പോഴും പരിപാവനമാക്കിക്കൊണ്ടിരിക്കും. സമസ്ത ലോകങ്ങളെയും പരിപാവനമാക്കുന്ന തേജസ്വികളായ അവരുടെ അനന്യസാധാരണമായ മഹാത്മ്യത്തെ കണ്ടാൽ അറിയാൻ സാധിക്കും. മഹാത്മാക്കളെ കണ്ടാൽ അറിയാൻ സാധിക്കും, അറിയാൻ കെൽപ്പുള്ളവർക്ക്. അല്ലാതെ എല്ലാവർക്കും ഇത് കണ്ടറിയാൻ സാധിക്കും എന്നില്ല. ഒരു വജ്ര വ്യാപാരിക്ക് മാത്രമേ വജ്രം കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവര് അതൊരു കഷ്ണം കുപ്പിച്ചില്ലാണെന്ന് ധരിക്കും. അപ്പം ഈ കണ്ടറിഞ്ഞ് മനസ്സിലാക്കണമെങ്കിലും അതിനും വേണം ഒരു ക്വാളിറ്റി. കണ്ടറിഞ്ഞ മഹാരാജാവും പരിവാരങ്ങളും ആ സിദ്ധേശ്വരന്മാർ സാക്ഷാൽ സനകാദി മുനിമാരാണെന്ന് മനസ്സിലാക്കി. അവർക്ക് അവരുടെ തിരിച്ചറിവിലൂടെ അത് മനസ്സിലാക്കാൻ സാധിച്ചു. വൃദ്ധന്മാരെ ദർശിക്കുമ്പോൾ യുവാക്കളുടെ പ്രാണൻ ആ വൃദ്ധന്മാരുടെ തേജസ്സിനാൽ ആകർഷിക്കപ്പെട്ട് അവരുടെ അടുത്തേക്ക് ഗമിക്കുമെന്നും ആ യുവാക്കൾ വൃദ്ധന്മാരെ ആദരപൂർവം എഴുന്നേറ്റ് സത്കരിച്ചാൽ മാത്രമേ പ്രാണൻ പൂർവസ്ഥിതിയിൽ സ്വസ്ഥമാവുകയുള്ളൂ എന്നുമുള്ള സ്മൃതിവചനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് സനകാദി മുനിമാരെ കണ്ട മാത്രയിൽ സ്വപ്രാണങ്ങളെ തിരിച്ചു കിട്ടാനുള്ള വ്യഗ്രത കൊണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ വേനപുത്രനായ പൃഥുചക്രവർത്തിയും അനുചരന്മാരും ഇന്ദ്രിയങ്ങളുടെ അധിപനായ മനസ്സ് വിഷയങ്ങളിൽ വ്യാപരിക്കുന്നത് പോലെ എഴുന്നേറ്റ് ചെന്ന് സ്വീകരിച്ചു. ഇവിടെ വൃദ്ധൻ, യുവാവ് എന്നൊക്കെ നമ്മൾ കൊടുക്കുന്ന അർത്ഥം മാത്രമല്ല ഉള്ളത്. വൃദ്ധൻ എന്നുള്ള വാക്കിന് അറിവ് കൊണ്ടും തപശ്ചര്യ കൊണ്ടും
വൃദ്ധന്മാരായവർ. യുവാക്കൾ എന്ന് പറഞ്ഞാൽ തപശ്ചര്യയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നവർ, തുടക്കക്കാർ എന്ന് വേണമെങ്കിൽ പറയാം. മറ്റേത് കുറച്ചു കാലം ഈ അഭ്യാസം ചെയ്തവർ. അപ്പൊ വൃദ്ധന്മാരെ ദർശിക്കുമ്പോൾ, അങ്ങനെയുള്ള ഈശ്വരോന്മുഖരായി കൂടുതൽ ഉയർന്ന തലത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരെ ദർശിക്കുമ്പോൾ, കാണുമ്പോൾ യുവാക്കളുടെ പ്രാണൻ ആ വൃദ്ധന്മാരുടെ തേജസ്സിനാൽ ആകർഷിക്കപ്പെടും. യുവാക്കൾ എന്ന് പറഞ്ഞാൽ തുടക്കക്കാര്, ഈശ്വരോന്മുഖരായി സഞ്ചരിക്കാൻ ആരംഭിക്കുന്നവര്. അവരുടെ പ്രാണൻ ഈ തേജസ്വികളായ അനവധി കാലം തപശ്ചര്യ അനുഷ്ഠിച്ചവരുടെ പ്രാണൻ ഈ തുടക്കക്കാരുടെ, യുവാക്കളുടെ പ്രാണനെ ആകർഷിക്കും. വൃദ്ധന്മാരെ ദർശിക്കുമ്പോൾ യുവാക്കളുടെ പ്രാണൻ ആ വൃദ്ധന്മാരുടെ തേജസ്സിനാൽ ആകർഷിക്കപ്പെട്ട് അവരുടെ അടുത്തേക്ക് ഗമിക്കുമെന്നും സ്വാഭാവികമായിട്ടും ആകർഷിക്കപ്പെടുകയാണ്. അതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സെൽഫ് അഡ്വർടൈസ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ല. ഈശ്വരോന്മുഖരായി മുന്നോട്ട് സഞ്ചരിച്ചു പോകുന്നവരാണെങ്കിൽ അവരെ കാണുമ്പോൾ ഈശ്വരോന്മുഖരാകാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രാണൻ സ്വമേധയാ ആകർഷിക്കപ്പെടും. വൃദ്ധന്മാരെ ദർശിക്കുമ്പോൾ യുവാക്കളുടെ പ്രാണൻ ആ വൃദ്ധന്മാരുടെ തേജസ്സിനാൽ ആകർഷിക്കപ്പെട്ട് അവരുടെ അടുത്തേക്ക് ഗമിക്കുമെന്നും ആ യുവാക്കൾ വൃദ്ധന്മാരെ ആദരപൂർവം എഴുന്നേറ്റ് സത്കരിച്ചാൽ മാത്രമേ പ്രാണൻ പൂർവസ്ഥിതിയിൽ സ്വസ്ഥമാവുകയുള്ളൂവെന്നുമുള്ള സ്മൃതിവചനത്തെ അന്വർത്ഥമാക്കി. ഇത് സ്മൃതിവചനമാണ്, അനുഭവത്തിൽ നിന്നുണ്ടാവുന്നതാണ്, ഓർമ്മകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഓർമ്മകൾ പലപ്പോഴും അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈശ്വരനെ അറിഞ്ഞവർ അല്ലെങ്കിൽ ഈശ്വരോന്മുഖരായി കുറെ കാലം തപശ്ചര്യ അനുഷ്ഠിച്ചവർ, അവരെ കാണുമ്പോൾ തുടക്കക്കാരുടെ പ്രാണൻ സ്വമേധയാ അവരിലേക്ക് ആകർഷിക്കപ്പെടും. അങ്ങനെ ആകർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവർക്കൊരു അസ്വസ്ഥത അനുഭവപ്പെടും. ആ അസ്വസ്ഥത ഇല്ലാതെയാകണമെന്നുണ്ടെങ്കിൽ ആരാണോ അവരെ ആകർഷിച്ചത് അവരെ ആദരവപൂർവം സത്കരിച്ചാൽ മാത്രമേ സ്വസ്ഥത ഉണ്ടാവുള്ളൂ. ചിലരെ കണ്ട് നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയാൽ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവും. പിന്നെ അവരെ കണ്ട് വേണ്ടതുപോലെ നമ്മൾ പെരുമാറിയാൽ മാത്രമേ നമുക്ക് സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ. അത് ചില ലൗകികർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുള്ളതും ആയിരിക്കും. അതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് ആവാൻ പോകുന്ന ഗുരുവിനെ കാണുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കും എന്ന് പറയുന്നത്. ആരെ കാണുമ്പോഴാണോ നമ്മുടെ പ്രാണൻ യാതൊരു പ്രേരണയും കൂടാതെ ആകർഷിക്കപ്പെടുന്നത്, ആ ആളായിരിക്കും മിക്കവാറും നമ്മളുടെ ഗുരു. ഇപ്പൊ ഗുരു ആരാണെന്നറിയാൻ ആകർഷണ ശക്തിയുടെ തോത് നോക്കിയാൽ മതി. വൃദ്ധന്മാരെ ദർശിക്കുമ്പോൾ യുവാക്കളുടെ പ്രാണൻ ആ വൃദ്ധന്മാരുടെ തേജസ്സിനാൽ ആകർഷിക്കപ്പെട്ട് അവരുടെ അടുത്തേക്ക് ഗമിക്കുമെന്നും ആ യുവാക്കൾ വൃദ്ധന്മാരെ ആദരപൂർവം എഴുന്നേറ്റ് സത്കരിച്ചാൽ മാത്രമേ പ്രാണൻ പൂർവസ്ഥിതിയിൽ സ്വസ്ഥമാവുകയുള്ളൂ എന്നുമുള്ള സ്മൃതിവചനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് സനകാദി മുനിമാരെ കണ്ട മാത്രയിൽ സ്വപ്രാണങ്ങളെ തിരിച്ചു കിട്ടാനുള്ള വ്യഗ്രത കൊണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ വേനപുത്രനായ പൃഥ്വിചക്രവർത്തിയും അനുചരന്മാരും ഇന്ദ്രിയങ്ങളുടെ അധിപനായ മനസ്സ് വിഷയങ്ങളിൽ വ്യാപരിക്കുന്നത് പോലെ എഴുന്നേറ്റ് ചെന്ന് സ്വീകരിച്ചു. അപ്പൊ ഇവിടെ വൃദ്ധന്മാര് ജ്ഞാനവൃദ്ധന്മാരാണ്, അവര് സനകാദികളാണ്. യുവാവ് പൃഥ്വിചക്രവർത്തി. പൃഥ്വിചക്രവർത്തിക്ക് ഇവരെ കണ്ടപ്പം എന്തെന്നില്ലാത്ത ഒരു ആകർഷണം തോന്നി. അപ്പോൾ നമ്മൾ നേരത്തെ കേട്ട സ്മൃതിവചനത്തെ അന്വർത്ഥമാക്കുമാറ് അവർ ധൃതിപ്പെട്ട് സ്വപ്രാണങ്ങളെ തിരിച്ചു കിട്ടാൻ ഉള്ള വ്യഗ്രത കൊണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ധൃതിപ്പെട്ട് സനകാദികളെ സത്കരിച്ചു. വേനപുത്രനായ പൃഥു ചക്രവർത്തി, വളരെ രസകരമായ ഒരു വിശേഷണമാണ് പൃഥ്വി ചക്രവർത്തിക്ക്. വേനപുത്രൻ, മഹാദുഷ്ടനാണ് ഈ വേനൻ. ആ വേനന്റെ പുത്രനാണ് എന്ന് പൃഥ്വി ചക്രവർത്തിയെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളോട് പറയുന്നതിലൂടെ വ്യാസഭഗവാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ പാരമ്പര്യം എന്താണ്, പാസ്റ്റ് എന്താണ്,
എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരം ഉണ്ട്, അതിനുള്ള അവകാശവും ഉണ്ട്. വേദപുത്രനായ പൃഥുചക്രവർത്തിയും അനുചരന്മാരും, അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും, ഇന്ദ്രിയങ്ങളുടെ അധിപനായ മനസ്സ് വിഷയങ്ങളിൽ വ്യാപരിക്കുന്നത് പോലെ, ഇന്ദ്രിയങ്ങളുടെ അധിപനായ മനസ്സ് വിഷയങ്ങളിൽ വ്യാപരിക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ അനായാസമായിട്ടാണ്. അതേപോലെ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് ചെന്ന് അവരെ സ്വീകരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സിദ്ധേശ്വരന്മാരായ സനകാദി മുനിമാരെ കുറിച്ചുള്ള ഭയഭക്തി ബഹുമാനങ്ങൾക്ക് വിധേയനായി സദാചാരനിരതനും സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവനുമായ ചക്രവർത്തി ആ മുനിമാരിൽ തനിക്കുള്ള വിനയാതിരേകത്തെ പ്രകടമാക്കിക്കൊണ്ട് തല കുനിച്ചു വണങ്ങി. പൂജാദ്രവ്യങ്ങളും വിശിഷ്ടമായ ആസനങ്ങളും സമർപ്പിച്ചു. അവ സ്വീകരിച്ച മുനിമാരെ അദ്ദേഹം വിധിവത് പൂജിച്ചു. സിദ്ധേശ്വരന്മാരായ സനകാദി മുനിമാർ, ഇവര് നേരത്തെ കാഹളധ്വനി മുഴക്കിക്കൊണ്ടല്ല അങ്ങോട്ട് കയറി ചെന്നത്. ഇതാ സിദ്ധേശ്വരന്മാരായ സനകാദി മുനിമാർ എഴുന്നള്ളുന്നു, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അവരെ വേണ്ടതുപോലെ സ്വീകരിച്ചാലും എന്ന് ആരും കാഹളധ്വനി മുഴക്കിയിട്ടില്ല. അറിവുള്ളവരെ കാണുമ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിയാതെ ഒരടുപ്പം വന്നു പോകും. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അത് ബുദ്ധിയുടെ വ്യാപാരത്താൽ തിരിച്ചറിയുന്ന ഒരറിവല്ല, അത് ഹൃദയത്തിൻ്റെ തിരിച്ചറിവാണ്. ആ തിരിച്ചറിവുണ്ടാകണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ഈശ്വരോന്മുഖത ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതില്ലെങ്കിൽ ഈ പരസ്യങ്ങളിലൊക്കെ പെട്ട് ഭ്രമിച്ചു പോകാനുള്ള സാധ്യതകളാണ് കൂടുതൽ. സിദ്ധേശ്വരന്മാർ, അപ്പോൾ ഇവര് സിദ്ധേശ്വരന്മാരാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇവരെ കണ്ടാൽ അറിയാം ഇവർക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന്. അവരുടെ ശരീരം പ്രകടമാക്കുകയാണ് അവരുടെ അകക്കാമ്പിലുള്ള അറിവ്. സിദ്ധേശ്വരന്മാരായ സനകാദി മുനിമാരെ കുറിച്ചുള്ള ഭയഭക്തി ബഹുമാനങ്ങൾക്ക് വിധേയനായി. ഇവരെ കണ്ടപ്പോൾ തന്നെ ഇവരെ കുറിച്ചിട്ടുള്ള അറിവ് ഇവരുടെ ഉള്ളിലുണ്ടായി. കാരണം ഈ സനകാദികളെ കുറിച്ചൊക്കെ ഇവർ നേരത്തെയും കേട്ടിട്ടുണ്ടാകും. അപ്പം ആ അറിവുകളെല്ലാം ഇവരിലേക്ക് തികട്ടി വരികയും അത് ഇവരിൽ ഭയഭക്തി ബഹുമാനങ്ങളെ ഉണർത്തുകയും ആ ഉണർന്ന ഭയഭക്തി ബഹുമാനങ്ങൾക്ക് വിധേയനായി സദാചാരനിരതനും സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവനുമായ ചക്രവർത്തി. നിരതൻ, സത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ആവശ്യമായിട്ടുള്ള ആചാരങ്ങൾ സദാ പ്രവർത്തിക്കുന്നവൻ. ആ ആചാരങ്ങൾക്കുള്ള വഴിയാണ്, ആ ആചാരങ്ങൾ പ്രവർത്തിക്കാനുള്ള വഴിയാണ് സന്മാർഗം. സത്തിലേക്ക് എത്തിച്ചേർക്കുന്ന മാർഗം സന്മാർഗം. സത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ആവശ്യമായിട്ടുള്ള ആചാരങ്ങള് സദാചാരം. അപ്പൊ സദാചാര നിരതനും സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവനുമായ ചക്രവർത്തി, ഇദ്ദേഹവും ഈശ്വരോന്മുഖനായി സഞ്ചരിക്കുന്നയാളാണ്. ഇദ്ദേഹത്തിൻ്റെയും പരമമായ ലക്ഷ്യം രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണം എന്നുള്ളതല്ല. ഇദ്ദേഹത്തിൻ്റെ പരമമായ ലക്ഷ്യം സ്വധർമ്മ നിരതനായി പരമമായ പദത്തെ പ്രാപിക്കണം എന്നുള്ളതാണ്. അപ്പൊ സദാചാര നിരതനും സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവനുമായ ചക്രവർത്തി ആ മുനിമാരിൽ തനിക്കുള്ള വിനയാതിരേകത്തെ പ്രകടമാക്കിക്കൊണ്ട് തല കുനിച്ച് വണങ്ങി. അവരെ കണ്ടപ്പോൾ ഇദ്ദേഹം തല കുനിച്ചു. തല കുനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹത്തിന്റെ അഹങ്കാരം ഇല്ലാതെയായി, വിനയാതിരേകമുണ്ടായി. ഞാനൊന്നുമല്ല ഇവരുടെ മുമ്പിൽ എന്നുള്ള ആ ബോധ്യം അവരുടെ മുമ്പിൽ നിന്നപ്പോൾ സദാചാരനിരതനും സന്മാർഗനിഷ്ഠനുമായ അദ്ദേഹത്തിന് താനേ ഉണ്ടായി. ആരും പറഞ്ഞു കൊടുക്കേണ്ടി ഒന്നും വന്നില്ല, അത് താനേ ഉണ്ടാവുകയാണ്. ഈ പ്രോസസ് എല്ലാം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്, ഉണ്ടാക്കുന്നതല്ല. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. ആ മുനിമാരിൽ തനിക്കുള്ള വിനയാതിരേകത്തെ പ്രകടമാക്കിക്കൊണ്ട് തല കുനിച്ചു വണങ്ങി. പൂജാദ്രവ്യങ്ങളും വിശിഷ്ടമായ ആസനങ്ങളും സമർപ്പിച്ചു. അവ സ്വീകരിച്ച മുനിമാരെ ഇദ്ദേഹം വിനയാതിരേകത്തെ പ്രകടമാക്കിക്കൊണ്ട് തല കുനിച്ച്, അതായത് അഹങ്കാരത്തെ ഒട്ടും ഇല്ലാതെയാക്കി
അവർക്ക് സമർപ്പിച്ചതെല്ലാം അവർ സ്വീകരിച്ചു. അഹങ്കാരമില്ലാതെ സമർപ്പിക്കുന്നതാണ് സമർപ്പണം. അഹങ്കാരത്തോടെ സമർപ്പിക്കുന്നത് ഒരാളും സ്വീകരിക്കില്ല. അതുകൊണ്ട് എങ്ങനെ സമർപ്പിക്കണമെന്നും കൂടി ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ് വ്യാസഭഗവാൻ. വിനയാതിരേകത്തോടു കൂടി സമർപ്പിക്കണം. വിനയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള ഭാവത്തിൻ്റെ അല്പത്വത്തെ മനസ്സിലാക്കിക്കൊണ്ടുള്ള പെരുമാറ്റം, അതാണ് വിനയം. ആ വിനയത്തോടു കൂടി സമർപ്പിക്കുമ്പോഴാണ് അത് സമർപ്പണമാകുന്നത്. അങ്ങനെയുള്ള സമർപ്പണം, സെൽഫ്ലെസ് സമർപ്പണങ്ങൾ മാത്രമേ ഈശ്വരനും സ്വീകരിക്കുകയുള്ളൂ. ഇപ്പൊ മുനിമാര് ആ പൃഥു മഹാരാജാവ് സമർപ്പിച്ച എല്ലാം സ്വീകരിച്ച് സ്വീകരിച്ച മുനിമാരെ അദ്ദേഹം വിധിവത് പൂജിച്ചു, വേണ്ടതുപോലെ അവരെ മാനിച്ചു. ആസനസ്ഥരായിരിക്കുന്ന ആ മുനിവരന്മാരുടെ പവിത്ര പാദങ്ങളെ സ്വയം ശുദ്ധജലം കൊണ്ട് കഴുകി പാദതീർത്ഥങ്ങളെ ശിരസിൽ ധരിച്ച് മഹാരാജാവ് സജ്ജനങ്ങളുടെ സദാചാരത്തെ മാതൃകാപൂർവം മാനിച്ചു. അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യത്തെ നിർവഹിച്ചു. താൻ ചക്രവർത്തിയാണ് എന്നുള്ള ബോധമൊന്നും അദ്ദേഹത്തിനുണ്ടായില്ല. സൂര്യസമാനന്മാരായ സനകാദികളെ കണ്ടപ്പോൾ, സൂര്യസമാനന്മാരായ സനകാദിമാർ മഹാചക്രവർത്തിയായ പൃഥു മഹാരാജാവിൻ്റെ ഞാനെന്ന ബോധത്തിൻ്റെ അല്പത്വത്തെ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. അതുണർത്തിയ വിനയാതിരേകത്താൽ തലകുനിച്ച് അദ്ദേഹം അവരെ പൂജിച്ചു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇരിക്കാൻ ഉള്ള ഇരിപ്പിടം കൊടുത്തതിന് ശേഷം അവരുടെ കാല് കഴുകി ശുദ്ധമായ ജലം കൊണ്ട് നടന്നു വരികയാണല്ലോ പല വഴിക്കും. അപ്പം കാല് കഴുകി അവർ സ്വയം കഴുകാം, അല്ലെങ്കിൽ മഹാരാജാവ് കാല് കഴുകിച്ചു. മഹാത്മാക്കളുടെ കാലുകള് വിനയാൻവിതരായി മറ്റുള്ളവർ കഴുകുന്ന ഒരു സമ്പ്രദായം, ഇതൊന്നും അടിമത്വത്തിൻ്റെ ലക്ഷണങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ മഹാരാജാവിൻ്റെ കാലല്ലേ ഇവര് കഴുകണ്ടേ? അങ്ങനെയല്ല. ഈശ്വരോന്മുഖരായി സഞ്ചരിക്കുന്നവർക്ക് ഭാരതത്തില് പ്രഥമ സ്ഥാനം ആയിരുന്നു. അവരാണ് ഏറ്റവും ആദ്യം. ഇന്ന് അതൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു. ഇന്ന് സമ്പത്തിൻ്റെ അളവ് വെച്ചാണ് നമ്മൾ ഓരോരുത്തരുടെയും മഹത്വം നിശ്ചയിക്കുന്നത്. ഈശ്വരോന്മുഖരായി സഞ്ചരിക്കുന്നവരുടെയും സമ്പത്തിൻ്റെ അളവാണ് അവർക്ക് ശിഷ്യഗണങ്ങളെ കൂട്ടിക്കൊടുക്കുന്നത്. പക്ഷെ യഥാർത്ഥ ഭാരതത്തില് അറിവായിരുന്നു ഏറ്റവും വലിയ സമ്പത്ത്. ആ അറിവ് കണ്ടാൽ അറിയാമായിരുന്നു, അതിന് പരസ്യമൊന്നും വേണ്ട. അങ്ങനെയുള്ള അറിവുള്ളവരുടെ പാദപത്മങ്ങളെ കഴുകുവാൻ മഹാചക്രവർത്തിമാർ സദാ തയ്യാറായിരുന്നു. അങ്ങനെ പൃഥു മഹാരാജാവ് സജ്ജനങ്ങളുടെ സദാചാരത്തെ മാതൃകാപൂർവം മാനിച്ചു. സജ്ജനങ്ങള് മഹാത്മാക്കളെ കണ്ടാൽ അവരുടെ കാല് കഴുകും. ശുദ്ധജലം കൊണ്ട് അവരുടെ കാല് കഴുകിയിട്ട് ആ തീർത്ഥം അവരുടെ പാദാരവിന്ദങ്ങളെ തഴുകി വരുന്ന തീർത്ഥം ഗംഗാജല സമാനമാണ്. ഹരിചരണങ്ങളെ തഴുകി വരുന്ന ഗംഗയ്ക്കു തുല്യമാണ് മഹാത്മാക്കളുടെ പാദാരവിന്ദങ്ങളെ കഴുകിയിട്ടുള്ള ശുദ്ധജലം. ആ ശുദ്ധജലം ശിരസിൽ സമർപ്പിച്ച് ധരിച്ച് മഹാരാജാവ് സജ്ജനങ്ങളുടെ സദാചാരത്തെ മാതൃകാപൂർവം മാനിച്ചു. ഇനി ബാക്കിയുള്ളവർക്കൊക്കെ ഇദ്ദേഹം ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാനേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ശ്രേഷ്ഠരായവരെപ്പോഴും വേണ്ടതുപോലെ വേണ്ട സന്ദർഭങ്ങളിൽ പെരുമാറണം. കാരണം അതനുസരിച്ചിട്ടാണ് മറ്റുള്ളവരും പെരുമാറുക. യജ്ഞവേദികളിൽ കത്തിജ്വലിക്കുന്ന അഗ്നികളെ പോലെ സ്വർണപീഠങ്ങളിൽ ആസനസ്ഥരായിരിക്കുന്ന ആ മുനിമാർ ഭഗവാൻ ശ്രീ പരമേശ്വരന് മുന്നേ ജനിച്ചവരാകയാൽ അതനുസരിച്ചുള്ള ഭക്തിയും വിനയവും സന്തോഷവും പ്രകടമാക്കിക്കൊണ്ട് ചക്രവർത്തി പറഞ്ഞു, യജ്ഞവേദികളിൽ കത്തിജ്വലിക്കുന്ന അഗ്നി പോലെ, പുകയില്ലാത്ത തീ പോലെ, അഗ്നികളെ പോലെ സ്വർണപീഠങ്ങളിൽ ആസനസ്ഥരായിരിക്കുന്ന ആ മുനിമാർ ഒന്ന് ഭാവന കാണേണ്ടതാണ്. സ്വർണപീഠങ്ങള്, അതിൽ ആസനസ്ഥരായിരിക്കുന്ന യജ്ഞവേദികളിലെ കത്തിജ്വലിക്കുന്ന അഗ്നികളെ പോലെ തേജസ്വികളായ മുനിമാർ. ആ മുനിമാർ ഭഗവാൻ ശ്രീ പരമേശ്വരന് മുന്നേ ജനിച്ചവരാകിയാൽ, ശ്രീ പരമേശ്വരൻ ബ്രഹ്മാവിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതിന് മുന്നേ
ബ്രഹ്മാവിൽ നിന്ന് സനകാദികളാണ് ഉണ്ടായത്. അപ്പൊ ശ്രീ പരമേശ്വരന് മുൻപേ ഉള്ളവരാകയാൽ അതുകൊണ്ടും ഇവർക്ക് സദാ ബാല്യാവസ്ഥയാണ്. പക്ഷെ ഇവർ ജ്ഞാനവൃദ്ധരാണ്. അപ്പോ ആ മുനിമാർ ഭഗവാൻ ശ്രീ പരമേശ്വരന് മുന്നേ ജനിച്ചവരാകയാൽ അതനുസരിച്ചുള്ള ഭക്തിയും വിനയവും സന്തോഷവും പ്രകടമാക്കിക്കൊണ്ട്, കാരണം പരമേശ്വരനെ തന്നെ നമ്മുടെ ശാസ്ത്രങ്ങൾ വിളിക്കുന്നത് വൃദ്ധൻ എന്നാണ്. അതിലും പഴക്കമുണ്ട് ഈ ചെറുപ്പക്കാർക്ക്. ഒരു വളരെ ചെറുപ്പം ഉള്ളവരാണ്. ഇപ്പൊ സനകാദി മുനിമാർ ശ്രീ പരമേശ്വരന് മുന്നേ ജനിച്ചവരാകയാൽ അതനുസരിച്ചുള്ള ഭക്തിയും വിനയവും സന്തോഷവും പ്രകടമാക്കിക്കൊണ്ട് ചക്രവർത്തി പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം.